ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് വീഡിയോൻ്റെ മുമ്പ് തന്നെ പറയാനുള്ള കാര്യം, താങ്ക്സ്, ഭയങ്കര നന്ദി പറയാറുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഗ്യാപ്പ് എടുത്തതിന് ശേഷം പുതിയ വീഡിയോസ് ചെയ്തു. വീഡിയോസ് ചെയ്യുമ്പോൾ ആൾക്കാർ കുറച്ച് പേരാണെങ്കിലും കാണുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. എന്നെക്കാട്ടും നല്ല കണ്ടന്റ് ഉള്ള നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, ഞാൻ കാണാറുണ്ട്. പക്ഷേ അധികം വ്യൂസ് കാണാറില്ല. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഇതായിട്ട് പറയാട്ടോ, അല്ലാതെ നമ്മൾ സംഭവമാക്കി പറയല്ല. പക്ഷേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ചെയ്യുമ്പോഴും മേ ബി നമ്മളെ ലാലേട്ടൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ടായിരിക്കാം, എന്നാലും എന്തോ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷം. കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. ഒക്കെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് എന്തായാലും. അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല, ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ. ഇന്നലെ നമ്മൾ ലാലേട്ടൻ്റെ ഋഷഭയുടെ ടീസർ വരുമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തു. അപ്പം ടീസർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. എനിക്കും ഫ്രഷ്ലി കാണാമെന്ന് വിചാരിച്ചു. അതാണ് നിങ്ങൾ ഈ വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് കാണാം. കാരണം നമുക്ക് കാണുന്നതിന് മുമ്പുള്ള പ്രതീക്ഷകളും അതിൻ്റെ നമുക്ക് തോന്നിയ ചില ഡൗട്ടുകളൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചു തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു സ്റ്റോറി ഇങ്ങനെയാണ്. മുൻജന്മത്തിൽ ഭയങ്കര എനിമീസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴത്തെ ജന്മത്തിൽ അച്ഛനും മകനുമായിട്ട് ജനിക്കുക, അതൊക്കെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അത് എങ്ങനെയായിരിക്കും വരിക എന്നൊരു ഐഡിയ ഇല്ല. ലാലേട്ടൻ എങ്ങനത്തെ ക്യാരക്ടറാണ് ലാലേട്ടൻ, എന്തായാലും ലാലേട്ടന് അറിഞ്ഞിടത്തോളം ഒരു ചെറിയ റോളൊന്നുമല്ല, ഒരു ക്യാമിയോ റോളല്ല, ഗംഭീരമായ കേന്ദ്ര കഥാപാത്രം തന്നെയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ടീസർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്. സോ നമുക്ക് വൈകാതെ തന്നെ ടീസറിലേക്ക് പോവാം. ടീസർ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം, അതാണ് നല്ലത്. ഇത് ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടെ തന്നെ ഒരുമിച്ച് നമ്മൾ സാധാരണ എല്ലാ ടീസേഴ്സും ആദ്യം കണ്ടിട്ട് പിന്നെ റിയാക്ട് ചെയ്യുക. ഇന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുമിച്ചുകൊണ്ട് കാണാം. ആദ്യമായിട്ട് അപ്പോൾ വന്നിട്ടുള്ളൂ. സോ യാ, ഗൈസ്, സത്യത്തില് നമ്മൾ കണ്ടത്, ഞാൻ എന്താ പറയാ, ഇപ്പം ഓക്കെ, ഞാനിത് ട്രെയിലർ വരുന്നതിന്റെ സീസൺ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പ്രതീക്ഷ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എത്രയൊക്കെ ലാലേട്ടൻ റോൾ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ലാംഗ്വേജിലുള്ള ആക്ടറാണല്ലോ മെയിനായിട്ട് കാണിക്കുക. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ കണ്ടത്. എന്നാൽ ഞാൻ മുന്നേ സംസാരിക്കുമ്പോൾ പറഞ്ഞ പോലെ ഇത് സാധാരണ ലാലേട്ടൻ പോയി ചെയ്യുന്ന ഒരു അന്യഭാഷ ചിത്രമല്ല കേട്ടോ. ഇതിൽ ലാലേട്ടനാണ് മെയിൻ ലീഡായിട്ട് തന്നെ ഉള്ളതെന്ന് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നു. ഇതെനിക്ക് ഞാൻ ചിന്തിക്കും, ഇതിപ്പോൾ ആശീർവാദിന് വേണ്ടി അല്ലെങ്കിൽ മലയാളത്തിന് വേണ്ടി മാത്രം കട്ട് ചെയ്ത ട്രെയിലറാണോ എല്ലാന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഓൾ ഇന്ത്യ ഇറങ്ങിയ റിലീസായ ട്രെയിലർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലറിൽ കാണിച്ചതും എല്ലാം ലാലേട്ടനാണ്. അത്ര ഗംഭീര ക്യാരക്ടറാണ്. പക്ഷേ എന്താ പറയാ, ഫസ്റ്റത്തെ രണ്ട് ആ ഫ്രെയിം വെച്ചിട്ട് ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഫസ്റ്റ് 2 ഫ്രെയിമിൽ മാത്രം ചെറിയൊരു കാർട്ടൂണിഷ് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി കണ്ടതെല്ലാം നമ്മളൊരു വലിയൊരു ഒരു ബാഹുബലി ടൈപ്പ് സിനിമ കാണുന്ന പോലെ തന്നെയല്ലേ. നല്ല ക്വാളിറ്റി ഫ്രെയിംസും എല്ലാം അടിപൊളിയാണ്. കാണിച്ചത് കുറഞ്ഞു പോയെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ കാണാം. അതായത് ലാലേട്ടന്റെ പല മൂവ്മെന്റ്സും പല വാർ സീക്വൻസും ഒക്കെ കാണിച്ചു, പക്ഷെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യമാണ്. പക്ഷെ നമുക്ക് സിനിമയുടെ ഒരു ഓവറോൾ സിനിമ എന്താന്ന് കിട്ടി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ടീസർ കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ സിനിമ ഒരു സാധാരണ ഒരു ചുമ്മാ പോയെടുത്ത സിനിമയല്ല, ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച് മേക്ക് ചെയ്ത് വെച്ച ഒരു സിനിമയാണ്. വിഷ്വലൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഒരു പ്രശ്നം തോന്നിയില്ല കണ്ടിട്ട്. നല്ല ഗംഭീരമായിട്ട് ലാലേട്ടനെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നമ്മൾ എന്താ പറയുക, ലാലേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് കണ്ടിട്ടില്ല. ഒക്കെ കാണണമെങ്കിൽ ഇങ്ങനെ ഒരു ബെസ്റ്റ് നമുക്ക് തെലുങ്കിലത്തെ സിനിമയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്തായാലും ലാലേട്ടൻ ഗംഭീര ക്യാരക്ടറിലാണ് ഉള്ളത്.
പിന്നെ അഭിനയ സാധ്യത കൂടിയുള്ള സിനിമയാണ്, ഇമോഷൻസ് കുറേ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടനത് ഒരു ചുമ്മാ സിനിമ ആയിരിക്കില്ല, അത് ഗംഭീര സാധനം ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ടീസറിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ എനിക്ക് പ്രശ്നം വരുന്ന ഒറ്റ സ്ഥലമുള്ളൂ, അതെപ്പോഴും എല്ലാ സിനിമയും റീസെന്റ് കങ്കുവ പോലും അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ഫെയിൽ ആവുന്ന ഒരു ഏരിയ ആണ്. കാരണം ഈ ടീസർ അവസാനിക്കുമ്പോൾ കണ്ടത് ഇപ്പോഴത്തെ ലാലേട്ടനും മകനും ആ ഒരു സീൻ ഉണ്ടല്ലോ. അപ്പം അത് നമുക്ക് മനസ്സിലാക്കുക, ഈ ഇപ്പോഴുള്ള കാലം കാണിക്കുന്നുണ്ട്, പിന്നെയാണ് ഇത് കാണിക്കുന്നത്. സോ ആ ബ്ലെൻഡിങ് ആണ്, അത് രണ്ടും ലീനിയർ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കാണിച്ചു പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു ബ്ലെൻഡിങ് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് കങ്കുവ റീസെന്റ് നമ്മൾ കാണാം, കാരണം ഒരുപാട് സിനിമകൾ ഫെയിലായി പോണ സംഭവം അതാണ്. അത് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ ലോക ചെയ്തപ്പോൾ അത്ര വിവരമൊന്നും ആ ലോക ചെയ്ത ടീമിനെ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഫീലൊന്നും നമുക്ക് അവരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നല്ല. പക്ഷെ ലോകയിൽ നമുക്കൊന്നും ഫീലേ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ആ പണ്ടത്തെ ആ നീലിയുടെ ചെറുപ്പകാലം കാണിക്കുമ്പോഴും ഇപ്പോഴും കാണിക്കുമ്പോഴും ഒക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് പോയത് ആ സിനിമയ്ക്ക്. അതേപോലെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോഴത്തെ കാലം പഴയ കാലഘട്ടം നല്ല രീതിയിൽ കാണിച്ചാൽ ഈ സിനിമയ്ക്ക് തോന്നുന്ന ഒരു നല്ല അടിപൊളി സിനിമ തന്നെ ആയിരിക്കും. അങ്ങനെ ഫീൽ ചെയ്യുന്ന ടീസർ കാണുമ്പോൾ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ചെറിയ ആ ഒരു ഏരിയ മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം ഇതൊരു ബാഹുബലി പോലത്തെ ഫുൾ ലെങ്ത് ആ ഒരു ഇറയിൽ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമയല്ല. ഇപ്പോഴത്തെ കാലഘട്ടവും പിന്നെ നേരത്തെ ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു, അപ്പം പഴയകാലം കാണിക്കുന്നതാണ്. അപ്പോൾ ആ രണ്ട് ഷിഫ്റ്റിങ് അത് ഭയങ്കര ഗംഭീരമായിട്ട് ചേർന്ന് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമേ എനിക്ക് ഒരു ചെറിയ ടെൻഷനായിട്ട് തോന്നുന്നുള്ളൂ. അതർവൈസ് അടിപൊളി ലാലേട്ടൻ്റെ ഫൈറ്റ് സീനും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ലാലേട്ടനെ കാണാനുള്ള ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. സോ അതന്നെ മതി സിനിമ കാണാനായിട്ട്. കാരണം ലാലേട്ടനെ എന്താ പറയുക, നമ്മൾ ഒരു ഇങ്ങനെ രൂപത്തിൽ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. സോ തെലുങ്കിൽ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ നമുക്കത് കാണാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ കാണാനുള്ള ആഗ്രഹം വളരെ കൂടുതലാണ്. അപ്പം എനിക്ക് ഇതാണ് ഈ ടീച്ചർ കണ്ടിട്ട് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.